നമസ്കാരം. ശ്രീലേഖയുമായി പോരിനിറങ്ങിയ വട്ടിയൂർക്കാവ് എം.എൽ.എ. വി.കെ. പ്രശാന്ത് ഒടുവിൽ തോറ്റ് തുന്നമ്പാടി അടിയറവ് പറഞ്ഞിരിക്കുന്നു. ശാസ്താമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലുള്ള ഓഫീസ് ഒഴിയുകയാണ് വി.കെ. പ്രശാന്ത്. മരുതൻകുഴിയിൽ പുതിയ ഓഫീസ് കെട്ടിടം തരപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അധികം വൈകാതെ ശാസ്താമംഗലത്തെ ഓഫീസ് മരുതൻകുഴിയിലെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് വി.കെ. പ്രശാന്തിന്റെ ഓഫീസിന്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭൂരിപക്ഷം നേടിയതിന് പിന്നാലെ ശാസ്തമംഗലത്തുള്ള എം.എൽ.എ. ഓഫീസിന്റെ കെട്ടിടം ഒഴിഞ്ഞു നൽകണമെന്ന് ശാസ്തമംഗലം കൗൺസിലർ കൂടിയായ മുൻ DGP ആർ ശ്രീലേഖ വി.കെ. പ്രശാന്തിനോട് ആവശ്യപ്പെട്ടിരുന്നു. സൗഹൃദത്തിന്റെ പേരിൽ ഒരു സൗഹൃദ സംഭാഷണം നിലയ്ക്കാണ് ആർ ശ്രീലേഖ ടെലിഫോൺ മുഖാന്തിരം വി.കെ. പ്രശാന്തിനോട് ഈ ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ വി.കെ. പ്രശാന്ത് ആകട്ടെ ഇതിനെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുകയും മാധ്യമങ്ങളിലൂടെ ആർ ശ്രീലേഖ തന്നെ ഭീഷണിപ്പെടുത്തുന്നു എന്ന പരാതിയും ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തു. പിന്നാലെ CPM കടന്നൽക്കൂട്ടം ഇളകിയതുപോലെ CPM ആർ ശ്രീലേഖയെ കടന്നാക്രമിക്കുന്നതിനായി പൊട്ടിപ്പുറപ്പെട്ടു. CPM-ന്റെ സൈബർ സഖാക്കന്മാരും അതുപോലെ തന്നെ സൈബർ കമ്മികളും നേരിട്ടും അല്ലാതെയും ആർ ശ്രീലേഖയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന സാഹചര്യം വരെ എത്തി കാര്യങ്ങൾ. പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ച വി.കെ. പ്രശാന്ത് പറഞ്ഞത് താൻ അടുത്ത മാർച്ച് വരെ, അതായത് 2026 മാർച്ച് വരെ വാടക ചീട്ട് എഴുതിയിട്ടുണ്ട്, കരാർ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ച് വരെ താൻ ആ കെട്ടിടം ഒഴിഞ്ഞു പോകില്ല. മാർച്ച് കഴിഞ്ഞാലും അടുത്ത് താൻ MLA ആയി തിരഞ്ഞെടുക്കുമ്പോൾ ആ ഓഫീസ് തന്നെ താൻ ഉപയോഗിക്കും. ആർ ശ്രീലേഖയ്ക്ക് കഴിവുണ്ടെങ്കിൽ തന്നെ ബലം പ്രയോഗിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൽ നിന്ന് പുറത്താകട്ടെ. ഇതായിരുന്നു വി.കെ. പ്രശാന്ത് എടുത്ത നിലപാട്. കടകംപള്ളി സുരേന്ദ്രൻ, മുൻ മന്ത്രിയും MLA-യുമായ കടകംപള്ളി സുരേന്ദ്രനും വി.കെ. പ്രശാന്തിന് വേണ്ടി രംഗത്ത് വന്നു. ആർ ശ്രീലേഖയെ വെല്ലുവിളിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും രംഗത്ത് വന്ന ആർ ശ്രീലേഖയെ വെല്ലുവിളിച്ചു. എന്നാൽ ഈ വിവാദങ്ങളൊക്കെ തന്നെ കത്തി പടരുമ്പോഴും ആർ ശ്രീലേഖ പറഞ്ഞത് താനൊരു സഹോദര തുല്യനായിട്ട് പ്രശാന്തിനോട് പറയുകയായിരുന്നു. അത് തന്റെ ഓഫീസ് പ്രവർത്തിക്കണം, അതിന് പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ, കോർപ്പറേഷന്റെ കെട്ടിടമാണ്. അപ്പോൾ ആ കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ പ്രവർത്തിക്കേണ്ടത് കൗൺസിലറുടെ ഓഫീസാണ്. ആ കൗൺസിലറുടെ ഓഫീസിന് സ്ഥലപരിമിതി ഉണ്ട്. ഒരു ടോയ്ലറ്റ് കെട്ടിടത്തിന്റെ സമീപത്താണ് ഇപ്പോൾ കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. തന്നെ കാണാൻ നിരവധി ആളുകൾ വരുന്നുണ്ട്. അവർക്ക് അവരുടെ നിവേദനങ്ങൾ വാങ്ങണം, തന്റെ ഓഫീസ് പ്രവർത്തിക്കണം. അപ്പോൾ MLA-ക്ക് ഓഫീസ് പ്രവർത്തിക്കുന്നതിനും ഓഫീസ് വാടക കൊടുക്കുന്നതിനും നിയമസഭയിൽ നിന്ന് പണം ലഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ MLA അലവൻസ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് കുറച്ചുകൂടി സൗകര്യപ്രദമായ മറ്റൊരിടത്തേക്ക് MLA-യുടെ ഓഫീസ് മാറ്റാം. എന്നാൽ കോർപ്പറേഷൻ കെട്ടിടത്തിൽ മാത്രമേ കോർപ്പറേഷൻ കൗൺസിലറുടെ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. ഇത് മാത്രമാണ് ആർ ശ്രീലേഖ പറഞ്ഞത്. എന്നാൽ ഇതിനെയൊക്കെ വക്രീകരിച്ചുകൊണ്ട് ആർ ശ്രീലേഖയെ കുറ്റപ്പെടുത്താനും ആർ ശ്രീലേഖയെ പൊതുമധ്യത്തിൽ ആക്ഷേപിക്കാനും വേണ്ടി സൈബർ സഖാക്കന്മാരും കമ്മികളും ചേർന്നെടുത്ത വലിയൊരു നാടകത്തിന്റെ ഭാഗമായിരുന്നു ശ്രീലേഖയ്ക്കെതിരെയുള്ള വലിയ പോരാട്ടം, വലിയ വെല്ലുവിളി, പൊതുസമക്ഷത്തിൽ വലിയ ആക്ഷേപങ്ങൾ, സൈബർ ഇടങ്ങളിൽ വലിയ ആക്ഷേപങ്ങൾ. എന്നാൽ ഒടുവിൽ നിയമപരമായി ആർ ശ്രീലേഖ പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് വന്നു. അത് മാത്രവുമല്ല, ആ കോർപ്പറേഷന്റെ ആദ്യ കൗൺസിൽ യോഗം ചേരുകയും ഈ കൗൺസിൽ യോഗത്തിൽ MLA പ്രശാന്ത് ഉപയോഗിക്കുന്ന കെട്ടിടത്തിന്റെ കരാർ റദ്ദാക്കാനും അത് കോർപ്പറേഷൻ കൗൺസിലറുടെ ഓഫീസാക്കി മാറ്റാനും ഒരു തീരുമാനമെടുത്താൽ അതിനെ മറികടക്കാൻ വി.കെ. പ്രശാന്തിന് കഴിയില്ല, നിയമപരമായി കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം വി.കെ. പ്രശാന്ത് മനസ്സിലാക്കുന്നു. അത് മാത്രവുമല്ല, വി.കെ. പ്രശാന്തും ഈ ഇടതുപക്ഷവും ഉയർത്തിവിട്ട ഈ വിവാദം കൊണ്ടുചെന്നെത്തിച്ചത് മറ്റൊരു കള്ളക്കളിയിലേക്കാണ്, മറ്റൊരു അഴിമതിയിലേക്കാണ്. അതായത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിലുള്ള നിരവധി കെട്ടിടങ്ങൾ അത് കഴിഞ്ഞ കാലങ്ങളിൽ CPM-ന്റെ ഭരണത്തിലിരുന്നപ്പോൾ CPM-ന്റെ സഖാക്കന്മാരും CPM-ന്റെ കൗൺസിലർമാരും ചേർന്ന അത് വേണ്ടപ്പെട്ടവർക്ക്, സഖാക്കന്മാർക്ക്, പാർട്ടിയുടെ പ്രവർത്തകർക്ക്, പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബിനാമി പേരുകളിൽ വാടകയ്ക്ക് നൽകുകയും തുച്ഛമായ വാടക വാങ്ങിക്കൊണ്ട് ആ കെട്ടിടങ്ങൾ വാടകയ്ക്ക് നൽകുകയും പിന്നീട് ഇത് സഖാക്കന്മാരും പ്രാദേശിക നേതാക്കന്മാരും പുറത്തുള്ളവർക്ക് വൻ വാടകയ്ക്ക് മറിച്ച് വിൽക്കുകയും മറിച്ച് വാടകയ്ക്ക് കൊടുക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. അങ്ങനെ വാടകക്കൊള്ള വൻതോതിൽ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും നേതൃത്വത്തിൽ നടന്നു വരുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന ഏറ്റവും വലിയ വിവരങ്ങൾ. ഇതേക്കുറിച്ച് വിശദമായി അന്വേഷിക്കുമെന്നും വിശദമായി പരിശോധിക്കുമെന്നും ആവശ്യമെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ നടത്തുമെന്നും BJP-യുടെ കോർപ്പറേഷൻ മേയർ VV രാജേഷ് വ്യക്തമാക്കി. അപ്പോൾ ആർ ശ്രീലേഖ ഉയർത്തിവിട്ട ഒരു വിവാദം അത് വലിയ കൊടുങ്കാറ്റായി, വലിയൊരു വാടക കൊള്ളയുടെ കൊടുങ്കാറ്റായി മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഇതിലൂടെ CPM-ന് അതിന് തിരിച്ചടി മനസ്സിലായി. ഇതിലൂടെ ഒരു അന്വേഷണം ഉണ്ടായാൽ ഉണ്ടാകുന്ന
ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് മനസ്സിലായി. ഇപ്പോൾ ഇതാ നാണം കെട്ട് വി കെ പ്രശാന്ത് തന്റെ ഓഫീസ് ഒഴിയുന്നു. ശ്രീലേഖയുമായി കൊമ്പ് കോർക്കാനും വെല്ലുവിളിച്ച CPM ഒടുവിൽ പത്തി മടക്കി മാളത്തിൽ ഒളിക്കുന്നു. വി കെ പ്രശാന്ത് മരുതൻകുഴിയിലേക്ക് തന്റെ ഓഫീസ് മാറ്റുകയാണ്. ശ്രീലേഖയുടെ ഭാഗത്താണ് ന്യായമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച് പറയാൻ കഴിയും.